നമസ്കാരം എല്ലാവർക്കും ജിജി ശ്രീലോകിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ അല്ല, അതിനു പകരം ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. കിച്ചണിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഫുഡ് പ്രോസസ്സർ അൺബോക്സ് ചെയ്യാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് എൻ്റെ മിക്സി കേടായി. അപ്പം ഞാൻ അമേസോണിലും ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഏതാണ് ഒരു മിക്സി വാങ്ങാൻ പറ്റുന്നതെന്ന്. അപ്പൊ മിക്സി നമ്മൾ പ്രധാനമായിട്ട് വാങ്ങുന്നത് ഡ്രൈ ഗ്രൈൻഡിങ്ങിനോ വെറ്റ് ഗ്രൈൻഡിങ്ങിനോ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് ജ്യൂസ് അടിക്കാനോ ജ്യൂസറൊക്കെ വരുന്ന മിക്സി മേടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു മിക്സി വാങ്ങാനായിട്ട് നോക്കുമ്പോൾ എന്തായാലും 3000 രൂപയുടെ മുകളിൽ ആകും അങ്ങനെ ഒരു മിക്സി മേടിക്കാനായിട്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ മിക്സി മാത്രമല്ല, എന്നാല് പച്ചക്കറിയുടെ കട്ട് ചെയ്യാൻ വേണം. അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴാണ് ഫുഡ് പ്രോസസ്സർ ഒരു ഓപ്ഷൻ ആണെന്ന് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ നമ്മള് ചപ്പാത്തിയൊക്കെ മിക്കവാറും ദിവസത്തെ ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. വൈകുന്നേരമൊക്കെ മിക്കവാറും ഇവിടെ ചപ്പാത്തിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഫുഡ് പ്രോസസ്സറിൽ ഈ ചപ്പാത്തി കുഴയ്ക്കാൻ ആട്ട നീഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ കുറെ റിസർച്ച് ചെയ്ത് ഏത് ഫുഡ് പ്രോസസ്സറാണ് വാങ്ങണം എന്ന് നോക്കി. അപ്പോഴാണ് ഈ സിഗ്നോറ ഫുഡ് പ്രോസസ്സർ എൻ്റെ കണ്ണിൽപ്പെട്ടത്. അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രൈ ഗ്രൈൻഡിങ്, വെറ്റ് ഗ്രൈൻഡിങ്, പിന്നെ വെജിറ്റബിൾസ് ചോപ്പ് ചെയ്യുന്നത് കൂടാതെ തേങ്ങ തിരുകുന്നത്. നമ്മൾ മലയാളികള് തേങ്ങ മിക്കവാറും എല്ലാ ദിവസവും എന്തെങ്കിലും കറിയിൽ ചേർക്കാറുള്ള ഒന്നാണ് തേങ്ങ. അപ്പോൾ കോക്കനട്ട് സ്ക്രേപ്പർ കൂടെ ഇതിനകത്തുണ്ട്. അങ്ങനെ കുറെ ഓപ്ഷൻസ് ഞാൻ നോക്കിയിട്ട് എല്ലാം കൂടെ ചേർന്നിട്ട് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ, അതായത് കോക്കനട്ട് സ്ക്രേപ്പർ, ചോപ്പർ, ആട്ട നീഡർ, പിന്നെ കേക്കിന്റെ ബാറ്റർ ഉണ്ടാക്കുന്ന, അങ്ങനെ എല്ലാം കൂടെ ചേർന്ന ഒരു പാക്കേജുള്ള ഒരൊറ്റ പ്രോഡക്റ്റ്. എന്നാൽ ഇതിന്റെ വില വന്നിട്ട് എനിക്ക് ഡിസ്കൗണ്ടിൽ 5300 റുപ്പീസിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പ്രോസസ്സറിന്റെ ലിങ്ക് കൂടെ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയാണ്. പിന്നെ ഇതൊരു സ്പോൺസേർഡ് വീഡിയോ അല്ല, ഞാൻ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്തിട്ട് എൻ്റെ ഒരു ഇഷ്ടപ്രകാരം വാങ്ങിയ പ്രോഡക്റ്റ് ആണ്. മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ലിങ്ക് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് എന്നാൽ നേരെ ഇതിന്റെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. ഈ പ്രോഡക്റ്റ് നമുക്ക് ഡയറക്റ്റ് സെല്ലർ തന്നെയാണ് കൊറിയർ ചെയ്യുന്നത്. നന്നായിട്ട് സെലോ ടേപ്പൊക്കെ വെച്ചിട്ടാണ് പാക്ക് ചെയ്ത് വന്നത്. ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ ആദ്യം കിട്ടിയത് CD ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻ CD-യിലുണ്ട്. ഒപ്പം വാറണ്ടി കാർഡും ഉണ്ട്. ഇത് വന്നിട്ട് ഒരു വിപ്പിംഗ് ബ്ലേഡാണ്. നമുക്ക് മുട്ടയും തൈരും ബട്ടറും ഒക്കെ ഉണ്ടാക്കാൻ. ഇത് വന്നിട്ട് പച്ചക്കറിയൊക്കെ അരിയാനുള്ള ഫുഡ് പ്രോസസ്സറിനകത്ത് വയ്ക്കുന്ന ബ്ലേഡാണ്, ചോപ്പിംഗ് ബ്ലേഡ്. പിന്നെ ഇത് വന്നിട്ട് ആട്ട, അതായത് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന ബ്ലേഡാണ്. പിന്നെ ഇതെല്ലാം മൂടി വരുന്ന കാർഡ്ബോർഡിൽ ഒരു ചെറിയൊരു ലിവർ, അതായത് ഫുഡ് പ്രോസസ്സറിൻ്റെ നടുക്ക് വയ്ക്കുന്ന ആ ഒരു ലിവറാണിത്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ബ്ലേഡൊക്കെ വയ്ക്കാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന അല്ലെങ്കിൽ ആട്ട കുഴയ്ക്കുന്ന ആട്ട നീഡിങ് ബ്ലേഡാണിത്. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയാണിത് ഉപയോഗിക്കുന്നത് കാണിച്ചു തരാം. ഇനി മിക്സിയുടെ ജാറുകളാണ് അടുത്തതായിട്ട് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. ഇത് ഏകദേശം 1.5 ലിറ്റർ കപ്പാസിറ്റി ഉള്ള വെറ്റ് ഗ്രൈൻഡിങ്ങിൻ്റെ ജാർ. അതായത് നമുക്ക് വെള്ളമൊക്കെ ചേർത്തിട്ട് എന്തെങ്കിലും അരയ്ക്കണമെങ്കിൽ, ഇപ്പോൾ വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ തേങ്ങ അരയ്ക്കണം, അല്ലെങ്കിൽ ദോശയ്ക്കും ഇഡ്ഡലിക്കുമൊക്കെ മാവ് അരയ്ക്കണമെങ്കിൽ ഈ ജാറ് നമുക്ക് ഉപയോഗിക്കാം. വെറ്റ് ഗ്രൈൻഡിങ്ങിൻ്റെ ജാറാണ്. ഇതിനകത്ത് ഒരു കോക്കനട്ട് സ്ക്രേപ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് പ്രധാനമായിട്ടും ഞാൻ നോക്കിയത്. കാരണം നമുക്ക് എല്ലാ കോക്കനട്ട് സ്ക്രേപ്പർ അറ്റാച്ച്മെൻറ്റ് വരുന്ന പ്രോഡക്ട്സ് വളരെ കുറവാണ്. അപ്പോൾ അത് വളരെ സേഫായിട്ട് വേറെ സ്ക്രാച്ച് ഒന്നും വരാതിരിക്കാൻ ഒരു കാർഡ്ബോർഡ് ബോക്സിനകത്ത് വെച്ചിട്ടാണ് അവർ ഈ ജാറിനകത്ത് വെച്ചത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വളരെ നല്ല പാക്കിംഗ് ആണ്. പ്രോഡക്റ്റ് അല്പം പോലും ഡാമേജ് ആകാത്ത രീതിയിൽ അവർ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇത് ഡ്രൈ ഗ്രൈൻഡിങ് ജാറാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, എന്തെങ്കിലും മസാലയൊക്കെ നമുക്ക് പൊടിച്ചെടുക്കണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഇത് 600 ml കപ്പാസിറ്റി ഉണ്ട്. ഇതൊരു ചട്നി ജാറാണ്. ഇപ്പോൾ ഒരു 3 ജാർ മിക്സിയിലൊക്കെ വരുന്ന പോലെ തന്നെ വെറ്റ് ഗ്രൈൻഡിങ്, ഡ്രൈ ഗ്രൈൻഡിങ്, ചട്നി ജാറ്, ഈ 3 ജാറും നമുക്ക് കിട്ടി. ഇനി ഇത് വന്നിട്ട് ഫുഡ് പ്രോസസ്സറിൻ്റെ മുകൾ ഭാഗമാണ്.
അപ്പോൾ 2 ലിഡ് വരുന്നുണ്ട് ഫുഡ് പ്രോസസ്സറിന്. അത് രണ്ടും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഏകദേശം പാർട്സ് എല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ഇത് ലാസ്റ്റായിട്ട് നമ്മുടെ നാരങ്ങ ജ്യൂസ്, സിട്രസ് ഫ്രൂട്ട് ജ്യൂസറാണിത്. അപ്പോൾ നാരങ്ങ കട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഏതാണോ സിട്രസ് ഫ്രൂട്ട് വേണ്ടത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. ഇനി അവസാനമായിട്ട് മെയിനായിട്ടുള്ള ഫുഡ് പ്രോസസ്സർ എക്യുപ്മെൻറ്റ് അതെടുക്കാം. മോട്ടറും അതിനോടൊപ്പം തന്നെ ഫുഡ് പ്രോസസ്സറിൻ്റെ അറ്റാച്ച്മെൻറ്റും ഉണ്ട്. ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. അതുപോലെ തന്നെ വളരെ ഒരല്പം സ്ഥലം മതി ഈ ഫുഡ് പ്രോസസ്സർ പ്ലേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോ പോർഷനായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇപ്പോൾ എൻ്റെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് മിക്സിയുടെ ജാറ് ഫിറ്റ് ചെയ്യാനുള്ള ഭാഗമാണ്. അത് ഉപയോഗിക്കാത്ത സമയത്ത് അടച്ചു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അറ്റ് എ ടൈം ഇതിൽ ഒരെണ്ണമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ചട്നി ജാറ് എങ്ങനെയാണിത് ഫിറ്റ് ചെയ്യണമെന്ന് കാണിക്കാം. ലോക്ക് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. ഇത് ഇൻസേർട്ട് ചെയ്യുക, ജസ്റ്റ് തിരിക്കിയാൽ മതി, അത് കറക്റ്റായിട്ട് ഫിറ്റ് ആയിക്കോളും. ഇതുമാതിരി തന്നെയാണ് 3 ജാറും നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് ഡ്രൈ ഗ്രൈൻഡിങ് ജാറ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യണമെന്ന് കാണിക്കാം. നമ്മൾ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്തു, അതിനുശേഷം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ബട്ടൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഫുഡ് പ്രോസസ്സിൻ്റെ സൈഡിൽ കുറച്ച് പിക്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോന്നും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതെന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബട്ടൺ എന്ന് പറയുമ്പോൾ ഓഫ് ബട്ടൺ ആണിത്. പിന്നെ നമ്മളത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ചെറിയ സ്പീഡ്, ലോ, മീഡിയം, ഹൈ 3 സെറ്റിങ്ങിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി നമ്മൾ അതായത് തൈര്, മുട്ടയൊക്കെ വിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ഓപ്ഷൻ, അതായത് തിരിച്ച് വിപ്പറെന്ന് എഴുതിയിട്ടുണ്ട്, അതിലേക്ക് ടേൺ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഡ്രൈ ഗ്രൈൻഡിങ് ജാറ് നമുക്ക് ഒന്ന് ഇളക്കി മാറ്റാം. അതിനുശേഷം വെറ്റ് ഗ്രൈൻഡിങ്, അല്ലെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കുള്ള മാവും ഒക്കെ അരയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പം ഇത് ഒന്ന് അതേമാതിരി തന്നെ നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ സീ ത്രൂ ഗ്ലാസ്സാണ്. അപ്പോൾ അതിനകത്തുള്ളതൊക്കെ നമുക്ക് ക്ലിയറായിട്ട് കാണാനും പറ്റും. ഇപ്പം ഞാൻ മിക്സിയുടെ പോർഷൻ അടച്ചു വെച്ചു. ഇനി നമുക്ക് ഫുഡ് പ്രോസസ്സർ അല്ലെങ്കിൽ വെജിറ്റബിൾ ചോപ്പ് ചെയ്യാനും ആട്ടയൊക്കെ നീഡ് ചെയ്യുന്നത് ഒന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇത് നമുക്ക് ഊരി വളരെ എളുപ്പത്തിന് തന്നെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കഴുകാനും ഒക്കെ ഉള്ള സൗകര്യത്തിന് നടുക്കൊരു ലിവർ ഉണ്ട്, അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ടേൺ ചെയ്ത് കൊടുത്താൽ ഇത് ലോക്കായിരിക്കും. വളരെ എളുപ്പമാണ്. ഇനി ഇതിൻ്റെ മൂടി അല്ലെങ്കിൽ ലിഡ് നമുക്കൊന്ന് ഊരി മാറ്റാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ബ്ലേഡ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന ബ്ലേഡാണ്. നടുക്കുള്ള ഒരു ലിവറാണ്. ആ ലിവറിൽ നമുക്ക് ഈ ബ്ലേഡ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്യാനുള്ള ബ്ലേഡാണ്. ക്യാരറ്റ്, ക്യാബേജൊക്കെ നമ്മൾ തോരന് വേണ്ടിയിട്ടൊക്കെ ചീകി എടുക്കത്തില്ലേ, അതിനുള്ള ബ്ലേഡാണ്. അത് ഈ നടുക്കത്തെ ലിവറിലേക്ക് ജസ്റ്റ് നമുക്കൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മൂടി ഒന്ന് അടയ്ക്കുക. അടച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മൾ ടേൺ ചെയ്ത് കൊടുത്താൽ അത് ലോക്കാവും, പിന്നെ അത് തുറന്ന് വരില്ല. എന്നിട്ട് ഈ ഹോളിലൂടെ നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പ്രസ്സർ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ പയ്യെ പയ്യെ അത് ബ്ലേഡിലേക്ക് പോകും. ഓൺ ചെയ്യുമ്പോൾ ബ്ലേഡ് കറങ്ങിക്കൊണ്ടിരിക്കും. താഴെ വന്ന് അരിഞ്ഞ വെജിറ്റബിൾസൊക്കെ കളക്റ്റാവും. വെജിറ്റബിൾസ് ആണെങ്കിലും ജ്യൂസ് ആണെങ്കിലും എല്ലാം താഴെ വന്നത് നന്നായിട്ട് കളക്റ്റാവും. ഇത് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ബ്ലേഡാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ബ്ലേഡ് ജസ്റ്റ് ലിഡ് മാറ്റിയിട്ട് നമ്മൾക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആ നോബ് വെച്ചിട്ട് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ സെക്കൻഡുകൾക്കകം തന്നെ വെജിറ്റബിൾസൊക്കെ ചോപ്പായിട്ട് വരും, അതുപോലെ തന്നെ ജ്യൂസും ഒക്കെ. അപ്പോൾ ഇത് നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്ന ബ്ലേഡാണ്, ആട്ട നീഡിങ് ബ്ലേഡ്. ഈ ബ്ലേഡ് നടുക്കത്തെ ലിവറിലേക്ക് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മൂടി അടച്ചു കൊടുക്കുക. മൂടി ലോക്കായെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമുക്കിവിടെ ഒരു മെഷറിംഗ് ജാറ് തന്നിട്ടുണ്ട്. ഇതിൽ 2 കപ്പ് ആട്ടയ്ക്ക് 1 കപ്പ്
വെള്ളം എന്നുള്ള അളവിലാണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ ആട്ട നമുക്ക് ആ ഹോൾ വഴി ചേർക്കാം, ഡയറക്റ്റായിട്ടും ജാറിനകത്ത് ചേർത്ത് കൊടുക്കാം. ലിഡ് ലോക്കായതിന് ശേഷം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നമ്മൾ ഓൺ ചെയ്ത് കൊടുത്താൽ മാവ് മിക്സായിട്ട് നല്ല കറക്റ്റായിട്ട് റെഡിയായി വരും. ഇനി നമുക്ക് അടുത്ത ആയിട്ട് വിപ്പിംഗ് ബ്ലേഡ് പരിചയപ്പെടാം. വിപ്പിംഗ് ബ്ലേഡ് നടുക്കത്തെ ലിവറിലേക്ക് ഇറക്കി വയ്ക്കുക, തിരിച്ച് ലിഡ് അടച്ചു കൊടുക്കുക. അതിനുശേഷം തൈരാണോ മുട്ടയാണോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുകളിലത്തെ ഹോള് വഴി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ താഴെ എല്ലാം നന്നായിട്ട് മിക്സായി വരും. ഇനി നമുക്ക് അടുത്തതായിട്ട് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തിട്ടിരുന്ന ബ്ലേഡാണ്. ഈ ബ്ലേഡ് എല്ലാം വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടുന്ന ബ്ലേഡാണ്. ഇപ്പോൾ സവാളയൊക്കെ ചെറുതായിട്ട് അരിയണം, ടൊമാറ്റോ ചെറുതായിട്ട് അരിയണം, ഒരു മെഴുക്ക് പുരട്ടിക്ക് പൊട്ടറ്റോ ഒക്കെ അരിയണമെങ്കിൽ ഈ ബ്ലേഡ് ഉപയോഗിച്ചാൽ മതി. എന്തൊക്കെയാണ് വേണ്ടത് അതെല്ലാം ആവശ്യത്തിന് കളക്റ്റായി വരുന്ന ഒരു അത്രയ്ക്കും വലിയ ജാറാണ് ഉള്ളത്. പിന്നെ ഓരോന്ന് ആവശ്യാനുസരണം അതിൻ്റേതായിട്ടുള്ള ബ്ലേഡുകൾ ഉപയോഗിക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഒത്തിരി ലാർജ് ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഫുഡ് പ്രോസസ്സ് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ ജോലിക്കൊക്കെ പോകുന്നുള്ളവർക്ക് പെട്ടെന്ന് തന്നെ രാവിലെ തന്നെ ഫ്രഷായിട്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ്. ഇനി അടുത്തായിട്ട് ജ്യൂസർ പരിചയപ്പെടാം. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ജ്യൂസർ. അപ്പോൾ ജ്യൂസറിന് വേണ്ടിയിട്ടുള്ള മൂടി വേറെയാണ്. നേരത്തെ നമ്മൾ വെജിറ്റബിൾ ചോപ്പ് ചെയ്യാൻ യൂസ് ചെയ്ത മൂടി വേറെയാണ്. ഈ മൂടിയിൽ നമ്മൾ ഈ ഭാഗം താഴേക്ക് വരത്തക്ക രീതിയിൽ നമ്മളത് ഇൻസേർട്ട് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ലോക്കായി എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അപ്പോൾ നമ്മളൊന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് ജസ്റ്റ് ടേൺ ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്കാവും. എന്നിട്ട് ആ ഹോള് വഴി നമുക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ആപ്പിൾ ആണെങ്കിലും ക്യാരറ്റ് ജ്യൂസ് ആണെങ്കിലും ഓറഞ്ച് എന്താണെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് സെൻട്രിഫ്യൂഗൽ ജ്യൂസർ എന്നാണ് പറയുന്നത്. എല്ലാം നന്നായിട്ട് അരിച്ചിട്ട് നമുക്ക് അടിയിൽ ജ്യൂസ് കളക്റ്റ് ആവും. എന്നിട്ട് ഇത് മാറ്റിയിട്ട് സീഡ്സ് ഒന്നും അല്പം പോലും കാണത്തില്ല. ഇത് നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. ഇത് ക്ലീൻ ചെയ്യാനും ഇതിൻ്റെ ബ്ലേഡും എല്ലാം വേസ്റ്റ് ഫുൾ ഇതിനകത്ത് തന്നെ കളക്റ്റ് ആവും. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് സിട്രസ് ഫ്രൂട്ട് ജ്യൂസ് പരിചയപ്പെടാം. അതിനായിട്ട് വേറൊരു ലിവർ തന്നിട്ടുണ്ട്. ആ ലിവർ ആദ്യം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ സെൻട്രിഫ്യൂഗൽ ജ്യൂസർ നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നാരങ്ങയാണെങ്കിലും മൊസമ്പി ആണെങ്കിലും പകുതി കട്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. മോട്ടർ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് പയ്യെ കറങ്ങി ജ്യൂസ് എല്ലാം കളക്റ്റായിട്ട് അരിച്ച് സീഡ്സ് ഒന്നും വരാണ്ട് താഴെ കളക്റ്റാകും. പിന്നെ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നമുക്കത് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ എളുപ്പത്തിന് തന്നെ നമുക്ക് നാരങ്ങ ജ്യൂസും മൊസമ്പി ജ്യൂസും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് തന്നെയാണ് നമ്മൾ തേങ്ങ ചെരുകാനായിട്ട് നേരത്തെ കോക്കനട്ട് സ്ക്രേപ്പർ തന്നിട്ടുണ്ടല്ലോ, അതും ഇതേ ജ്യൂസറിൽ ഈ അറ്റാച്ച്മെൻറ്റ് നമ്മൾ നേരെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ലോയിൽ ആദ്യം ഓൺ ചെയ്യുക. തേങ്ങ മുറിച്ചിട്ട് പകുതി ഭാഗം തേങ്ങ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്താൽ പയ്യെ പയ്യെ തേങ്ങ നമുക്ക് ചെരുകിയിട്ട് താഴെയെല്ലാം കളക്റ്റായിട്ട് വരും. എന്നിട്ട് നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റി, അപ്പോൾ ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാവശ്യം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കളക്ട് ചെയ്തിട്ട് പാത്രത്തിൽ ശേഖരിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ രാവിലെയൊക്കെ പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് നമുക്കത് സഹായമാകും. പിന്നെ ഇപ്പോൾ ഇത് നമ്മൾ ഫ്രൂട്ട് ജ്യൂസറും കണ്ടു, അതുപോലെ തന്നെ മിക്സറും കണ്ടു. വളരെ കോമ്പാക്റ്റായിട്ട് ഇത്രയും ഈ കാണുന്നതൊക്കെയാണ് ഇതിൻ്റെ പാർട്സ്. ഇതെല്ലാം കൂടെ നമുക്ക് കിച്ചണിലെ പെട്ട് ഏകദേശത്തുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ചെറിയ ഒരു എക്യുപ്മെൻ്റ് കൊണ്ട് തന്നെ നമുക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഫുഡ് പ്രോസസ്സ് ഇഷ്ടമായെന്ന്
കരുതുന്നു. അപ്പോൾ ഞാൻ പല ഫുഡ് പ്രോസസ്സർ കുറെ റിസർച്ച് ചെയ്തു. ബജാജിന്റെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വേറൊരു ബ്രാൻഡ് റിക്കോർഡ് കണ്ടായിരുന്നു. പക്ഷേ കോക്കനട്ട് സ്ക്രേപ്പർ അറ്റാച്ച്മെന്റ് ആയിട്ട് വരുന്നത് ബജാജ് മാവറിക്കിലും സിഗ്നോറയിലും റിക്കോ ഫുഡ് പ്രോസസ്സറിലും ആണ്. പക്ഷേ പ്രൈസ് കാറ്റഗറി വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇതായിരുന്നു ഏറ്റവും ലോവസ്റ്റ്. പ്ലസ് ഇതിനകത്ത് ആമസോണിൽ ഓഫർ ഉണ്ട്. അപ്പോൾ ഒരു മിക്സിയുടെ ഒക്കെ ഒരു റേറ്റിൽ നമ്മളൊരു 1000 രൂപ അധികം ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും ഫങ്ഷൻസ് ചെയ്ത് കിട്ടുന്ന ഒരു എക്യുപ്മെന്റ് നമുക്ക് കിച്ചണിലേക്ക് കിട്ടും. അപ്പോൾ ഇതാണെങ്കിൽ ഇത് വളരെ, ഇതിപ്പോ നിങ്ങൾ കണ്ടത് വളരെ കോമ്പാക്റ്റ് ആണ്. ഒരു മിക്സി വെക്കുന്ന അത്രയും സ്ഥലം തന്നെ നമുക്ക് മതി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇതിന്റെ ഡെമോ കാണണമെങ്കിൽ കമന്റ് സെക്ഷനിൽ എഴുതി എന്നെ അറിയിക്കുക. പിന്നെ ഇത് മേടിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് സെക്യൂർ ആണ്. ഞാനൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ലിങ്ക് അതിനകത്ത് ഇടുകയാണ്. കാരണം കറക്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ.